അപ്പോൾ നമ്മുടെ ഷെയർ മാർക്കറ്റിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഏരിയ സാറുമായിട്ട്. അപ്പോൾ ആദ്യത്തെ പാർട്ടിൽ അത് മുഴുവനായിട്ടില്ല, കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനുണ്ട്, അത് നമുക്ക് ചോദിക്കാം. അപ്പോൾ ഇനി സാറേ, ഇനി ചില കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ BSE NSE അതുപോലെ സെൻസെക്സ് നിഫ്റ്റി ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ ഈ ഡെറിവേറ്റീവ്സ് ബോണ്ട്സ് എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. ഈ ബോണ്ടൊക്കെ അത് എവിടുന്ന് വാങ്ങാൻ പറ്റുക, എങ്ങനെയാണ് ഗവൺമെന്റ് പോകുക, അതിനെപ്പറ്റി ഒന്ന് വിവരിക്കാമോ? ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ഒരു പദം എക്സ്ചേഞ്ചിന്റെ ഒരു കോൺട്രാക്ട് ആണ്. ഡെറിവേറ്റീവ്സ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ട്രേഡിങ്ങും അതോടൊപ്പം തന്നെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ട്രേഡിംഗ് ഉണ്ട്. അത് ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് എക്സ്ചേഞ്ച് ട്രേഡ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ്. അത് നമ്മൾ ഡെറിവേറ്റീവ്സ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ സപ്പോസ് നമ്മൾ റിലയൻസ് അല്ലെങ്കിൽ ടാറ്റ സ്റ്റീൽ അതുപോലുള്ള ഷെയറുകൾ നമ്മൾ ഇത്ര എണ്ണം 500 എണ്ണം 1000 എണ്ണം അതുപോലുള്ള അത്രയും ഷെയറുകൾ ഒരുമിച്ച് ട്രേഡ് ചെയ്യാനുള്ള ഒരു ഡെറിവേറ്റീവ്സ് കോൺട്രാക്ട് എന്ന് പറയും. അത് മന്ത്ലി എക്സ്പയറി ആയിട്ടുള്ളതാണ്. അത് 1 മാസത്തെ കോൺട്രാക്ട് ഉണ്ട്, അടുത്ത മാസത്തെ കോൺട്രാക്ട് ഉണ്ട്, 3 മാസം വരെയുള്ള കോൺട്രാക്റ്റുകൾ നമുക്ക് കിട്ടും. അങ്ങനെയുള്ള കോൺട്രാക്ട് ബൈ ചെയ്താൽ ആ എക്സ്പയറി ഡേറ്റ് എക്സ്ചേഞ്ച് തീരുമാനിച്ചിട്ടുണ്ടാവും. ആ ഡേറ്റിനുള്ളിൽ അത് ക്ലോസ് ചെയ്യണം. അങ്ങനെയുള്ള കോൺട്രാക്ട്സിൽ ട്രേഡ് ചെയ്യുന്നതാണ് ഇതുപോലെ ഡെറിവേറ്റീവ്സ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ ഈ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ബ്ലൂ ചിപ്പ് കമ്പനീസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബ്ലൂ ചിപ്പ് കമ്പനികൾ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ളത്, മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഹൈ ആയിട്ടുള്ള കമ്പനികളാണ് ബ്ലൂ ചിപ്പ് കമ്പനികൾ എന്ന് പറയുന്നത്. അതുപോലെ ETF എന്ന് പറയാറുണ്ട്, ഗോൾഡ് ETF എന്നൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്. അതിനെപ്പറ്റി ഒന്ന് വിവരിക്കാമോ? ETF എന്ന് പറഞ്ഞാൽ അത് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്നാണ് അതിന്റെ പൂർണ്ണ രൂപം. എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്. ഇപ്പൊ ഗോൾഡ് ETF എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ സ്വർണം ആയിട്ട് ഫിസിക്കലായിട്ട് വാങ്ങുക എന്നുള്ളതല്ല. എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടായിട്ട് സ്വർണത്തിൽ നിക്ഷേപിക്കാനായിട്ട് സ്വർണ്ണ വിലയുടെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ച് രൂപീകരിച്ചിട്ടുള്ള ഫണ്ടാണ് ETF-കൾ. ഗോൾഡ് ETF, അതുപോലെ സിൽവർ ETF, ഇങ്ങനെയുള്ള ETF-കളുണ്ട്. ഇത് ആ കമ്മ്യൂണിറ്റി ആയിട്ട് ബന്ധപ്പെട്ട വിലയുടെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ച് നമുക്ക് നിക്ഷേപിക്കാവുന്ന ഒരു അവസരമാണ് ETF. അതുപോലെ ഈ മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ എന്ന് പലപ്പോഴും കേൾക്കാറുണ്ടല്ലോ, എന്താണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട്? അത് വിപണിയിൽ വരുന്ന വിലകളുടെ ഏറ്റക്കുറച്ചിലുകളാണ് മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചാഞ്ചാട്ടം എന്ന് പറയാം. പിന്നെ അതിനകത്ത് ഈ ബുൾസും ബെയറൊക്കെ കയറി ആക്രമിക്കാറുണ്ടെന്നൊക്കെ പറയാറുണ്ടല്ലോ, എന്താണ്? എപ്പോഴും കാണുന്നതാണ് ആൾക്കാർക്കത്. ഈ ബുൾ എന്താണ്, ബെയറിഷ് എന്താണെന്ന് മനസ്സിലാവും. ബുൾസ് ബെയർ എന്ന് പറഞ്ഞാൽ ഒരു കോൺസെപ്റ്റ് മാത്രമാണ്. നമ്മൾ ഷെയർ ലോങ് ആയിട്ട് ഷെയറുകൾ വാങ്ങി കയ്യിൽ വെക്കുക, അത് ലോങ് പൊസിഷനായിട്ട് കയ്യിൽ വെക്കുക, അതിന്റെ പ്രോഫിറ്റ് കിട്ടിയിട്ട് അത് വിൽക്കുക എന്നുള്ളതാണ് ആ ബുൾസിന്റെ ഒരു കോൺസെപ്റ്റ്. ബെയേഴ്സ് എന്ന് പറഞ്ഞാൽ മിക്കവാറും വിപണിയിൽ ഷോർട്ട് സെല്ലിംഗ് എന്ന് പറയും. അങ്ങനെ കയ്യിൽ ഷെയർ ഇല്ലെങ്കിലും ഈ കോൺട്രാക്റ്റുകൾ ഷോർട്ട് സെല്ലിംഗ് ആണ് തീർക്കുക. അങ്ങനെ ബെയേഴ്സ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ കാളകളെന്നും കരടികളെന്നും തന്നെയാണ് പത്രത്തിലൊക്കെ വരാറുള്ള കാര്യങ്ങളാണ്. അപ്പൊ ബെയേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ മിക്കവാറും ഷോർട്ട് സെല്ലേഴ്സ് ആണ്. അവര് ഉയർന്ന റേറ്റിൽ ഷെയറുകൾ വിൽക്കുക, അത് ഷെയറിന്റെ വില കുറഞ്ഞു വന്നു കഴിയുമ്പോൾ താഴ്ന്ന റേറ്റിൽ ബൈ ചെയ്യുക. അങ്ങനെയുള്ള ഒരു ട്രേഡിംഗ് മെത്തേഡ് ചെയ്യുന്ന ആളുകളെ കുറിച്ചാണ് നമ്മൾ ബെയേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഈ ബോണസ് ഷെയർ, റൈറ്റ് ഇഷ്യൂ എന്നൊക്കെ പറയാറുണ്ടല്ലോ, അതിനെപ്പറ്റി ഒന്ന് പറയാമോ? ബോണസ് ഷെയർ എന്ന് പറഞ്ഞാല് നമ്മൾ ഹോൾഡ് ചെയ്യുന്ന കമ്പനിയുടെ ഒരു കമ്പനിയുടെ ഷെയർ ക്യാപിറ്റലിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഷെയർ ഹോൾഡർ ആണെങ്കിൽ ആ കമ്പനിയുടെ പ്രവർത്തനം കൊണ്ടുണ്ടാകുന്ന ലാഭത്തിൽ നിന്നും അവർക്ക് വളരെ ലാഭം ഉണ്ടായി വരാം, റിസർവുകളായിട്ട് കുറച്ചുണ്ടാവാം. അതിന്റെ ഒരു ഭാഗം എടുത്തുകൊണ്ട് നമ്മളിപ്പോൾ ഒരു ഷെയർ ഉള്ള വ്യക്തിക്ക്, ഒരു ഷെയർ ഉള്ള ആൾക്ക് ഒരു ഷെയർ ഫ്രീ ആയിട്ട് കൊടുക്കുക. അങ്ങനെ കമ്പനിയുടെ ഇടയ്ക്കിടയ്ക്ക് അനൗൺസ് ചെയ്യുന്നതാണ് ബോണസ് ഇഷ്യൂ എന്ന് പറയുന്നത്. അത് പല റേഷ്യോയിൽ വരാം. ഒരു ഷെയർ ഉള്ള ആൾക്ക് 2 ഷെയറും 3 ഷെയറും ഒക്കെ ബോണസ് ആയിട്ട് കൊടുക്കുന്ന കമ്പനികളുണ്ട്. അപ്പൊ കമ്പനികൾക്ക് നല്ല ലാഭം വന്നു കഴിയുമ്പോൾ ലാഭത്തിൽ ഒരു വിഹിതം ഷെയർ ഹോൾഡേഴ്സിന് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് ബോണസ് ഷെയർസ്. റൈറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ കമ്പനികളുടെ പ്രവർത്തനം ഓഹരി മൂലധനം വർദ്ധിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് റൈറ്റ്സ് ഇഷ്യൂ. അപ്പോൾ ഈ കമ്പനിയുടെ ഒരു ഷെയർ ഹോൾഡ് ചെയ്യുന്നയാൾക്ക് റൈറ്റ്സ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ വിപണി വിലയേക്കാളും കുറഞ്ഞ റേറ്റിൽ ഒരു ഷെയർ ഹോൾഡ് ചെയ്യുന്ന വ്യക്തിക്ക് കമ്പനി തീരുമാനിക്കുന്ന അത്രയും ഷെയറുകൾ മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ റേറ്റിൽ കമ്പനി കൊടുക്കുന്നതാണ് റൈറ്റ്സ് ഇഷ്യൂ ആയിട്ട് വരുന്നത്. അത് കമ്പനിക്ക് മൂലധനം വർദ്ധിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഇടപെടലാണ് റൈറ്റ്സ് ഇഷ്യൂ. ഇപ്പോൾ നമ്മുടെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഷെയർ മാർക്കറ്റിൽ കയറണം, അതിന് സെല്ല് ചെയ്യണം, പൈസ സമ്പാദിക്കണം എന്നൊക്കെ ഉള്ള എല്ലാവർക്കും വലിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെന്തോ ആവട്ടെ,
അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ബേസിക്കായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ചെയ്യേണ്ടതെന്ന് പറയാമോ? ഒരു സാധാരണക്കാരന് ഓഹരി വിപണിയിൽ നിക്ഷേപിക്കണമെങ്കിൽ ആദ്യമായിട്ട് വേണ്ടത് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഞാൻ മുൻപ് സൂചിപ്പിച്ചിരുന്നതുപോലെ സെബിയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നിരവധി ധനകാര്യ സ്ഥാപനങ്ങളുണ്ട്. അതിലൊന്നാണ് അക്യുമൻ ക്യാപിറ്റൽ മാർക്കറ്റ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനം. അവിടെ നമ്മൾ അങ്ങനെയുള്ള സ്ഥാപനത്തിൽ നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ പാൻ കാർഡ്, ആധാർ കാർഡ്, ഇവ കാര്യങ്ങളും ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തുകൊണ്ട് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണ് അതിന്റെ ആദ്യത്തെ നടപടി. അത് കഴിഞ്ഞാൽ നമുക്ക് ആ സ്ഥാപനം നമ്മുടെ പേരിൽ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു തരും. ആ ട്രേഡിംഗ് അക്കൗണ്ടിലൂടെയാണ് നമ്മൾ ഷെയറുകൾ വാങ്ങാനും വിൽക്കാനും കഴിയുന്നത്. ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഈ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് വാങ്ങേണ്ടതായ ഷെയറുകൾ വാങ്ങാനുള്ള നിർദ്ദേശം ഈ സ്ഥാപനത്തിലേക്ക് കൊടുക്കുകയും അവർ നമ്മുടെ ഫണ്ടിനനുസരിച്ച് ഷെയറുകൾ വാങ്ങുകയും ചെയ്യുന്നു. നമ്മൾ വിൽക്കുമ്പോൾ ഈ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് തന്നെ വിറ്റ പണം നമുക്ക് എത്തുകയും ചെയ്യുന്നു. നമുക്ക് ആവശ്യാനുസരണം നമ്മുടെ ബാങ്കിൽ നിന്നും ഈ ട്രേഡിംഗ് അക്കൗണ്ടിലേക്കുള്ള ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനും പറ്റുന്നു. ഷെയർ വിറ്റാൽ പണം ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്നും ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും പറ്റുന്നു. ഇത് മുഴുവനും കൺട്രോൾ ചെയ്യുന്നത് കസ്റ്റമറുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലും ഉത്തരവാദിത്തത്തിലുമായിരിക്കും. അതുപോലെ നമുക്ക് ഇപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ഷെയർ ഉണ്ടെന്ന് വിചാരിക്കുക. ഷെയർ ഉണ്ടെങ്കിൽ ഞാനത് എത്ര വിലയ്ക്ക് വിൽക്കണം, അത് ഇന്ന് അവർക്ക് നമ്മുടെ ബ്രോക്കറോട് പറയാൻ സാധിക്കും. അങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ട്. ഇത്ര വില ഉണ്ടെങ്കിൽ നിങ്ങൾ വിറ്റാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ ഹോൾഡ് ചെയ്യുക, അങ്ങനെയൊക്കെ എന്തൊക്കെയാണ് സംവിധാനത്തിലുള്ളത്? എല്ലാ ദിവസവും ഓഹരി വിപണി രാവിലെ 9:15 മുതൽ 3:30 വരെയുള്ള സമയത്ത് ഓഹരി വിപണി ഇന്ത്യയിൽ ആക്റ്റീവാണ്. ഈ സമയത്തെല്ലാം നമുക്ക് ഏത് സമയത്തും ഏത് ഷെയർ വേണമെങ്കിലും നമുക്ക് വിൽക്കാനും വാങ്ങാനായിട്ടും കഴിയും. നമുക്കൊരു ഷെയർ വിൽക്കണമെങ്കിൽ ഇപ്പോൾ ട്രേഡിംഗ് മുഴുവനും മിക്കവാറും എല്ലാവർക്കും അവരുടെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി എല്ലാവരുടെയും കൈകളിൽ തന്നെ അവർക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി സ്വന്തമായിട്ട് വിൽക്കാനും വാങ്ങാനും കഴിയും. ഏത് സമയത്തും നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി വിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മളുടെ ഷെയർ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള ഡിമാറ്റ് അക്കൗണ്ട് ഹോൾഡ് ചെയ്യുന്ന കമ്പനിയിലേക്ക് നമ്മൾ അറിയിച്ചാൽ അവർ ഇന്ന വിലയ്ക്ക് വിറ്റാൽ മതി എന്ന് പറഞ്ഞാൽ ആ വിലയ്ക്ക് അവർ സെല്ലിംഗ് ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. ആ റേറ്റ് വരുമ്പോൾ ആ സെല്ലിംഗ് നടക്കുകയും ചെയ്യും. നമുക്ക് അതുപോലെ ഒരു ഷെയർ വാങ്ങണമെങ്കിൽ തന്നെ ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ള വില അതിനേക്കാൾ ഒരു കുറഞ്ഞ റേറ്റിൽ കിട്ടിയാൽ മതി എന്ന് വാങ്ങാനാണ് നമുക്ക് ആഗ്രഹമെങ്കിൽ നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ട് ഉള്ള കമ്പനിയിൽ ആ ഷെയർ ഇന്ന വിലയ്ക്ക് നമുക്ക് വാങ്ങിയാൽ മതി എന്നുള്ള നിർദ്ദേശം കൊടുക്കാനും അതനുസരിച്ചുള്ള ബൈ ഓർഡർ പ്ലേസ് ചെയ്യാനും കഴിയും. ആ റേറ്റിലേക്ക് ആ ഷെയറിന്റെ വില എത്തുമ്പോൾ നമുക്ക് ബൈ നടക്കുകയും ചെയ്യും. പബ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു കുറച്ച് പണമുണ്ട്, അത് എങ്ങനെ നിക്ഷേപിക്കുക, എങ്ങനെ ലാഭം കൊയ്യാൻ പറ്റും, നഷ്ടത്തിൽ നിന്ന് എങ്ങനെ ഒഴിവാകാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ഒന്ന് സാറൊന്ന് വിവരിക്കാൻ പറ്റുമോ? എല്ലാവരുടെയും ആവശ്യം അവരുടെ പണം ലാഭകരമായിട്ട് നിക്ഷേപിക്കുക എന്നുള്ളതാണ്. ഷെയർ മാർക്കറ്റിൽ നിന്നും ലാഭകരമായിട്ട് നിക്ഷേപിക്കാൻ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ നല്ല കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായ മാർഗം. നമ്മൾ ഷെയറുകൾ നല്ല കമ്പനികളെ സെലക്ട് ചെയ്ത് ആ സെലക്ഷൻ ഒരു പ്രാധാന്യമുള്ള കാര്യമാണ്. സെലക്ട് ചെയ്ത് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഷെയറിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്രമേണ ആ കമ്പനിയുടെ ഗ്രോത്തിനനുസരിച്ച് നമ്മുടെയും നിക്ഷേപത്തിന് വർധനവ് ഉണ്ടായി കിട്ടും. അങ്ങനെയാണ് നമുക്ക് ഷെയർ മാർക്കറ്റിൽ നിന്നും ലാഭം ഉണ്ടാക്കാനായിട്ട് കഴിയുകയുള്ളൂ. അതിൽ സെലക്ഷനാണ് ഏറ്റവും ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ. പലരും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് ആർക്കും കൂടുതൽ പണം ഉണ്ടാക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ ഷെയർ മാർക്കറ്റിൽ റെഗുലറായിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മാർഗം. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഓരോ മാസവും ഒരു നിശ്ചിത തുക ഷെയറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ മാറ്റിവെക്കുക എന്നുള്ളതാണ്. അത് 5 വർഷമോ 10 വർഷമോ കഴിയുമ്പോൾ അതൊരു വലിയ തുകയായിട്ട് മാറി കിട്ടും എന്നുള്ളതാണ് സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഏറ്റവും വലിയ നേട്ടം. നമ്മൾ ഇന്ന് കാണുന്ന പല കമ്പനികളുടെയും വില 1000 രൂപയും 2000 രൂപയും 10000 രൂപ വരെയുള്ള കമ്പനികളുടെ വില ഒരു കാലത്ത് വെറും 10 രൂപയായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ നമുക്കൊരു ലോങ് ടൈമിലേക്ക് പണം സമ്പാദിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് മാസം തോറും പണം ഇൻവെസ്റ്റ് ചെയ്താൽ അത് 10, 15, 20 വർഷം കഴിയുമ്പോൾ അതൊരു വലിയ തുകയായിട്ട് കിട്ടാവുന്ന ലക്ഷ്യത്തോടു കൂടി ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ച് ഹ്യൂജ് പ്രോഫിറ്റ് ആയിരിക്കും ഉണ്ടാവാൻ പോവുക. പിന്നെ ട്രേഡിങ്ങിനെ പറ്റി എനിക്ക് ഒരു ചോദ്യം ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ ഇന്ന് വിൽക്കുന്നു, ഇന്ന് വാങ്ങുന്നു, ഇന്ന് വിൽക്കുന്നു, നാളെ വാങ്ങുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ട്രേഡിങ് നടത്തിക്കൊണ്ടിരിക്കും. അതിനകത്ത് ചെറിയ ലാഭങ്ങൾ കിട്ടും, നഷ്ടങ്ങൾ വരും. ചിലപ്പം ലക്ഷക്കണക്കിന് തുക മുടക്കുമ്പോൾ അതനുസരിച്ച് ഉള്ള ലാഭം കൂടുതലുണ്ടാവും. പക്ഷേ അതിലേക്ക് ട്രേഡിങ് പോകുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കണ്ടേ? നമുക്ക് വളരെ റിസ്ക് ഇല്ലേ? അതിനെപ്പറ്റി സാറിൻ്റെ ഒരു അഡ്വൈസ് പറയാമോ?
പല ആളുകൾക്കും സംഭവിക്കുന്ന മിസ്റ്റേക്കാണ് ഇൻട്രാഡേ ട്രേഡിങ്ങിലൂടെ അധികം ലാഭം ഉണ്ടാക്കാമെന്നുള്ളത്. ഇൻട്രാഡേ ട്രേഡിങ്ങിൽ ഒരു പക്ഷേ കിട്ടിയേക്കാം. ഇന്നിപ്പോൾ ഒരു ഷെയർ നമ്മൾ രാവിലെ വാങ്ങി ആ ഷെയറിന്റെ വില ഒന്ന് വർദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ വർദ്ധിച്ച വില വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ആ ലാഭം നമുക്ക് ഡെറൈവ് ചെയ്യാനായിട്ട് കഴിയും. പക്ഷേ ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഇൻട്രാഡേ ട്രേഡിങ് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ ഇന്നൊരു നല്ല കമ്പനിയുടെ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ക്രമേണ ആ കമ്പനിയുടെ വളർച്ചയ്ക്കനുസരിച്ച് ഷെയറിന്റെ വിലയിലും വർധനവ് വരും. അങ്ങനെ ആ വർധനവ് നമ്മൾ ലാഭകരമായിട്ട് വിറ്റ് പണം ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് അതിനകത്തുള്ള നേട്ടം നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം. ഇൻട്രാഡേ എന്ന് പറഞ്ഞാൽ ഇന്ന് തന്നെ ഒരു ഷെയർ വാങ്ങി ഇന്ന് തന്നെ വിറ്റ് ലാഭം ഉണ്ടാക്കിക്കൊള്ളുന്ന യാതൊരു നിർബന്ധവുമില്ല. അത് ലാഭം വരുന്നതിലേക്ക് കാത്തിരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇന്നത്തെ ഈ പരിപാടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിലും നിങ്ങളത് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഷെയർ മാർക്കറ്റും അതിൻ്റെ പർച്ചേസ് സെല്ലിങ്ങിനെ പറ്റിയൊക്കെ ഒരുവിധം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി അടുത്ത എപ്പിസോഡുകളിലൊക്കെ സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇതൊക്കെ ചെയ്യണം. അപ്പോൾ ജിയോ കിച്ചൺ ടൂർ വൈബ്സിൽ ഇനി ഇതുപോലുള്ള പരിപാടികളൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇനി അതുവരെയൊക്കെ ഞാൻ നമ്മുടെ എക്സ്പെർട്ട് പ്രതിനിധി ഏലിയ സാറിന് നന്ദി പറയുകയാണ്. സാറേ, വളരെയധികം നന്ദിയുണ്ട് ഈ പരിപാടി സാറ് പങ്കെടുത്തതിൽ. അപ്പം നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. 2 എപ്പിസോഡുകളായിട്ടായിരിക്കും ഇത് സംപ്രേഷണം ചെയ്യുക. അപ്പോൾ അതുവരെ ഞങ്ങളെല്ലാവരോടും ഇവിടെ പറയുന്നു. നമസ്കാരം. ഗുഡ് ബൈ.